കാസർഗോട്ടേക്ക് പോവാം. അവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അർച്ചന രവീന്ദ്രൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സുന്ദരിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന്. കളർഫുൾ ആണ്. സാധാരണ കാണുന്ന സെറ്റ് സാരി ഒന്നും അല്ല, നല്ല കളർഫുൾ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട്. നിങ്ങളെല്ലാരും ഫ്രെയിമിൽ കാണുന്ന സമയത്ത് വലിയൊരു സന്തോഷമുണ്ട്. 5 പേരും 6 പേരും സുന്ദരികളായിട്ട് തന്നെയുണ്ട്. അങ്ങനെ ഈ കാസർഗോട്ടെ ഓണാഘോഷം അങ്ങനെ അധികമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഈ എന്താണ് ഈ കാസർഗോട്ടെ ആ ഒരു ഓണാഘോഷത്തിന്റെ ഒരു പ്രത്യേകത? അങ്ങ് മാവേലി എത്തിയോ? ആര്യ, അർച്ചന പോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ആർക്ക് പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കാസർഗോഡൊക്കെ ഇഷ്ടപ്പെട്ടു? ഈ ഓണാഘോഷത്തിന്റെ ഓണത്തിന്റെ സമയത്ത് തന്നെ പോകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ? അതെ, കൃത്യമായി തന്നെ പറഞ്ഞാൽ ഓണത്തിന്റെ സമയത്ത് തന്നെ ഏകദേശം ഇപ്പോൾ 2 ദിവസം മാത്രമേ എത്തിയുള്ളൂ. 3ാമത്തെ ദിവസം തന്നെ ഓണം കൂടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിട്ട് തന്നെ കാണുകയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കാരണം ആദ്യത്തെ കാസർഗോഡ് ഓണമാണ്. അങ്ങ് മലപ്പുറത്ത് നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഓണം മാത്രമേ ഞാൻ ആഘോഷിച്ചിട്ടുള്ളൂ. അപ്പോൾ കാസർഗോഡ് ഓണം എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയൊരു ആകാംക്ഷ തന്നെയുണ്ട്. ഇവിടെയുള്ള ഓണസദ്യ ആയാലും മാവേലി ആയാലും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്ന് തന്നെ ആദ്യമായിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ ആകാംക്ഷയിലുമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മധൂർ ക്ഷേത്രത്തിലാണ്. നമ്മുടെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാസർഗോട്ടെ. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. സമയം 7 മണിയായിട്ടുണ്ട്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കറിയുന്നത് പോലെ എല്ലാ അമ്പലങ്ങളിലുള്ള പോലുള്ള ഒരു തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് ഉണ്ടാവുമായിരിക്കും. ഒരു സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും. എന്തായാലും ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഇപ്പം ആളുകളൊക്കെ തൊഴുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു പിറകുവശത്തായിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു ഓണത്തെ പറ്റിയുള്ള ഓണ വിശേഷങ്ങളെ പറ്റി ചോദിച്ചു നോക്കാം. ചേട്ടാ, ഓണമൊക്കെ എവിടെ വരെ എത്തി? ഇവിടെ എല്ലാവരെ പോലെ തന്നെ ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. അമ്പലത്തിലെല്ലാം അത് വിസിറ്റ് ചെയ്യും. വിഷു ഓണസദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞ്, പൂക്കളെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. പുതിയ ഓണക്കോട്ടൊക്കെ എടുത്തോ? അതങ്ങനെല്ലാം സംസാരിക്കില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? വീട്ടിൽ പണിക്കൊക്കെ എത്തിയോ? ഓണം എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം എല്ലാ വർഷവും ഇങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് വരും. ഇപ്രാവശ്യം വലിയൊരു ഓണാഘോഷമൊന്നുമില്ല. കാരണം വയനാട് ദുരന്തമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടൊരു വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് നമ്മൾ വലിയ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളും ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഓണാഘോഷം ഒന്നും വലിയൊരു ആഘോഷമില്ല. എങ്കിലും രാവിലെ വന്നിട്ട് അമ്പലത്തിലൊന്നും തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങ് വരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ അങ്ങ് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു തിരക്കൊന്നും റോഡുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അത് സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇനിയും ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്പലത്തിൽ എല്ലാ വർഷവും ഇവിടെ നല്ല തിരക്കായിരിക്കും. മധൂർ ക്ഷേത്രം എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. മധൂർ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഓണത്തിനും അതുപോലെ തന്നെ വിഷു ഇങ്ങനെയുള്ള സമയങ്ങളിലേക്ക് നല്ല ആളുകൾ വരും. ഇനിയിപ്പോൾ നല്ല തിരക്ക് വരാൻ തുടങ്ങും. നല്ല തിരക്കുണ്ടാവും. വാവേ, ഒരു പാട്ട് പാടാവോ? ഒരു ഓണപ്പാട്ട് പാടാവോ? പേരെന്താ? എല്ലാവരോടും ഒരു ഹാപ്പി ഓണം പറയുക. എല്ലാവരോടും ഒരു ഹാപ്പി ഓണം. പറയില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണൊക്കെ എവിടെ വരെ എത്തി? ഓണം നല്ല വിശേഷമാണ്. ഇപ്രാവശ്യം അതാണ് സങ്കടകരമായിട്ടുള്ള ഒരു ഓണാണ്. വലിയൊരു ആഘോഷമില്ലാത്തൊരു ഓണാണെന്ന് തന്നെ പറയാം. ഇവിടെ സാധാരണ ഈ ഓണസദ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ നോൺ വെജ് ഐറ്റംസ് കാണുന്ന ഒരു ജില്ല കൂടിയാണ്. അങ്ങനെ കാസർഗോട്ടെ ഓണ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ മാവേലി എത്തിക്കഴിഞ്ഞല്ലേ കാസർഗോഡ്? അപ്പോൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒത്തിരി പേര് കമന്റ് വരുന്നുണ്ട്. അതായത് മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ജംഷീർ കുളത്തൂർ പറയുന്നുണ്ട്, നിങ്ങൾ 6 പേരും കൂടി ഞങ്ങളുടെ സുജയ മേഡത്തെ എങ്ങോട്ട് മാറ്റി എന്നാണ്. ഞങ്ങൾ എങ്ങോട്ട് മാറ്റിയിട്ടില്ല, മാസമായിട്ട് വരുമല്ലേ? വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് പാർവതി ഉടനെത്തും. ഞങ്ങൾ എങ്ങോട്ടും മാറ്റി നിർത്തിയിട്ടില്ല. അണിയറയിൽ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓണം ഒരു മാസത്തേക്ക് വേണ്ടി. അതെ, പ്രേക്ഷകർ ഇന്ന് ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടല്ലേ ഇന്ന്. അതെ, ഒപ്പം തന്നെ ഒരു കമന്റിലെ ഒരു കാര്യം കൂടി പറയുന്നത്, ദീപക് മലയമേ 5 പേരും കൂടി നോക്കിയില്ല. 5 പേരല്ല, നമ്മൾ 6 പേരുണ്ടായിരുന്നു നോക്കാനുള്ളതാണ്. ദീപക് മലയമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അല്ലേ പ്രേക്ഷകരുടെ വികാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ഡെസ്കിലും നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട പുലി അല്ലേ? പുലി എന്ന് ദീപക് മലയമ്മ ഇല്ലാതെ എന്ത് ആഘോഷം എന്നുള്ളതാണ്.